മണലാരണ്യത്തിന്റെ ഭയാനക ജീവിതത്തിൽ നിന്ന് ജീവിതത്തിന്റെ മരുപ്പച്ചയിലേക്ക് അത്ഭുതകരമായി രക്ഷപ്പെട്ട നജീബാണ് നമ്മളോടൊപ്പം ഇന്നുള്ളത്. ആലപ്പുഴ ആറാട്ടുപുഴ സ്വദേശിയാണ് അദ്ദേഹം. എന്തായാലും ബെന്യാമിന്റെ ആടുജീവിതം ഇന്ന് ചലച്ചിത്രാവിഷ്കാരമായി മാറിയപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ് നജീബിന്റെ ജീവിതം. വീണ്ടും ഇന്ന് ഒരുപാട് വേദനകൾ അനുഭവിച്ച് കടന്നു വന്നൊരു ജീവിതം അല്ലേ? ആ വേദനകളെ ഓർത്ത് അല്പം സന്തോഷം കിട്ടുന്ന സമയമല്ലേ ഇത്? നല്ല സന്തോഷം കിട്ടുന്ന സമയമാണ്. ഒരുപാട് സന്തോഷം കിട്ടുന്ന സമയമാണ്. കാരണം ഈ നോവൽ എഴുതി വായിച്ച എല്ലാവരും ഈ ലോകം മൊത്തം പ്രസിദ്ധീകരിച്ച ഒരുപാട് ആൾക്കാർ വായിച്ചൊരു നോവലാണിത്. ആ നോവലിലൂടെ ഇപ്പോൾ സിനിമയും കൂടെ ആകാൻ പോകുമ്പോൾ എനിക്ക് വളരെ സന്തോഷം. ഇനി അന്ന് ഞാൻ അതുപോലെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ടെങ്കിലും ഇന്ന് എനിക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഒരു വലിയൊരു മനസ്സിന് വലിയ സന്തോഷമാണ്. ശരിക്കും അന്നത്തെ ഒരു ദിവസം ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇക്കയുടെ കണ്ണിൽ ആ ഭയം ഉണ്ടല്ലേ? ഉണ്ട്. ഇപ്പോഴും അന്നത്തെ ആ കണ്ണിൻ്റെ ഒക്കെ എപ്പോഴും കളർ കണ്ടില്ലേ? അന്നത്തെ ആ ചൂടിൻ്റെ എന്തോതിൻ്റെയൊക്കെ ആ പൊടിയുടെയും പൊടിക്കാറ്റിൻ്റെ ഒക്കെ ആ എന്തോന്ന് ഇപ്പോഴും കണ്ണിൽ. എല്ലാവരും ഇപ്പോൾ വായിച്ചറിഞ്ഞിട്ടുണ്ടാവും, ആടുജീവിതം എന്ന പുസ്തകം വായിച്ചൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഇക്കയുടെ വാക്കുകൾ അതൊന്നും അറിയാം. ആ ദിവസങ്ങൾ എങ്ങനെയായിരുന്നു? ഇവിടുത്തെ ഒരു ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ആയിട്ടല്ലേ ഗൾഫിലേക്ക് പോകുന്നത്? ഞാൻ എൻ്റെ ജീവിതത്തിന് നല്ലൊരു ഇത് വരാൻ വേണ്ടി ഭയങ്കര സ്വപ്നങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. എത്ര വയസ്സായിരുന്നു? എനിക്കന്ന് ഞാൻ കല്യാണം കഴിഞ്ഞ് 29 വയസ്സുണ്ട്. 29 വയസ്സ്. കല്യാണം കഴിഞ്ഞ് ഒരു വർഷം പോലും ആയിട്ടില്ല അല്ലേ? കല്യാണം കഴിഞ്ഞ് ഒരു വർഷം ആകാറായി വരുന്നല്ലോ. നേരം അങ്ങനെ ഞാൻ പോകുന്നത്. അപ്പോഴും ഞങ്ങൾക്ക് ഇതുകൊണ്ട് ഈ പിന്നെ കൂലിപ്പണി തുച്ഛമായ വരുമാനം കൊണ്ടൊന്നും ജീവിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ നമുക്കനുസരിച്ച് സ്ഥലമില്ല, ഒരു വീടില്ല. അങ്ങനെ ഞാൻ ഭാര്യയെടുത്ത് ഇങ്ങനെ പറഞ്ഞ് അതുപോലെ അങ്ങനെയാണ് ഞാൻ പോകുന്നത്. പോയി പല നല്ല വലിയ വീട് വെക്കാം, വസ്തു മേടിച്ച് വലിയ വീട് വെക്കാം, നമുക്ക് സുഖമായിട്ട് താമസിക്കാമെന്നൊക്കെ രീതിയിൽ പോയതായിരുന്നു. പക്ഷേ ദൈവം നമ്മളെ അങ്ങനെ ഒരു ഇത് ചതിയിൽ കൊണ്ടുവന്നിട്ട്. ഒരു മൊമെന്റ് എങ്ങനെയായിരുന്നു? അവിടെ ചെന്ന് ഇറങ്ങി, സൗദിയിലല്ലായിരുന്നു? അവിടെ ചെന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു പരിഭ്രമം ഉണ്ടായിരിക്കും. കാരണം ഇവിടുന്ന് ഇതുപോലെ ഒരു നാട്ടിൻപുറത്തുനിന്ന് കയറി ഫ്ലൈറ്റ് കയറി ഒക്കെ പോകുന്നു. ഇവിടുന്ന് കയറി ചെല്ലുമ്പോഴും നമുക്ക് അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ നമുക്കൊരു ടെൻഷനും ഭയങ്കര ഒരു ഫീലിംഗ് അന്നേരം. അത് എയർപോർട്ടൊക്കെ എങ്ങനെയാണെന്നല്ലേ? എയർപോർട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഞാൻ ചെല്ലുമ്പോൾ ചൂട് സമയമാണ്. അവിടുത്തെ അന്നത്തെ ആവി തട്ടുമ്പോഴൊക്കെ ഉള്ള ഒരു ഭയങ്കര ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ ഇറങ്ങിച്ചെന്ന് ചെല്ലുമ്പോഴങ്ങനെ ആൾക്കാരൊക്കെ പോയി. ഞാൻ ലാസ്റ്റായി ചെന്നപ്പോൾ നമ്മുടെ ആൾക്കാരും വന്നിട്ടില്ല, കൊണ്ടുവന്ന ആൾക്കാരും വന്നിട്ടില്ല. അങ്ങനെ ഞാനിങ്ങനെ ചെല്ലുമ്പോൾ ഒരാൾ അവിടെ നിന്നുകൊണ്ട് വിളിച്ചിട്ട് പറഞ്ഞ് താഴ്ന്നു പറഞ്ഞു. ഞാനങ്ങനെ ചെന്ന് പാസ്പോർട്ട് ഇങ്ങനെ കാണിച്ച് കയറെന്നും പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോയതാണ്. ആ പോക്കങ്ങ് മരുഭൂമിയിലോട്ട് പോകുമായിരുന്നു. മരുഭൂമിയിലോട്ട് എത്രയോ 2-3 മണിക്കൂർ പോയി കഴിഞ്ഞപ്പോൾ ചെല്ലുമ്പോഴാണ് 10-700 ആടും 24 ഒട്ടവും നിൽക്കുന്നതായിട്ട്. അന്നേരം തന്നെ ഞാൻ തളർന്നു ആപ്പാട്. അങ്ങനത്തെ കഥകളൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നോ അതിനു മുമ്പ്? അതായത് മുമ്പ് നമ്മൾ പണ്ട് ഇതുപോലെ കേട്ടിട്ടുണ്ട്. ഇതുപോലെ മരുഭൂമി പോയ ആൾക്കാർ ഇങ്ങനെ കുടുങ്ങിയിട്ടുള്ളത് പണ്ട് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. അവിടെ പോയി പെട്ടുപോയിട്ടുണ്ട്. പക്ഷെ അന്ന് ആ ചിന്ത നമുക്ക് മനസ്സിലില്ലായിരുന്നു. പക്ഷെ ഈ മരുഭൂമിയും കൂടെ വണ്ടി ഓടുമ്പോഴാണ് എൻ്റെ മനസ്സിലോട്ട് ആ ഒരു ഇത് വന്നത്. പക്ഷെ അതേപോലെ തന്നെ സംഭവിക്കുകയും ചെയ്തു. ഞാൻ അവിടെ നിന്ന് ആ എയർപോർട്ട് കണ്ടതല്ലാതെ പിന്നെ ഒരു ബിൽഡിങ്ങോ ആൾക്കാരോ ആരെയും കണ്ടിട്ടില്ല. അപ്പൊ അവിടെ ചെന്ന ആ ഒരു ഫസ്റ്റ് മണിക്കൂറുകളൊക്കെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് മണിക്കൂറൊക്കെ കരച്ചിൽ മാത്രം. പെട്ടുപോയിന്ന് അപ്പൊ തന്നെ മനസ്സിലായി. കാരണം ഇനി നമുക്ക് അവിടെ രക്ഷപ്പെടാൻ പറ്റത്തില്ല. ഈ വണ്ടിയിൽ ഇവര് ഭയങ്കര ഹാർഷായിട്ടാണോ ബിഹേവ് ചെയ്തത്? ഒരു കുഴപ്പമില്ലാത്ത നല്ലൊരു ചെറിയ വണ്ടിയായിരുന്നു. അല്ലാതെ വെറും കച്ചറ വണ്ടിയല്ലായിരുന്നു. പിക്കപ്പാണ്, എന്തെങ്കിലും നല്ലൊരു പിക്കപ്പായിരുന്നു. അപ്പം ഞാനോർത്ത് ശരിയായിരിക്കും, ഇപ്പൊ എന്നെ കൊണ്ടുപോകാനായിട്ട് വന്നായിരിക്കും എന്ന് ഓർത്ത് ഞാൻ പോയതാണ്. ആദ്യം വാഗ്ദാനം ചെയ്തത് ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാന്നാ പറഞ്ഞത്. പക്ഷെ അതെല്ലാം കറക്റ്റ് ആയിരുന്നു. ഇവനെന്നെ വേറെ ഇവന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എയർപോർട്ടിൽ നിന്ന് ആൾക്കാർ തട്ടിക്കൊണ്ടു പോകുന്ന പരിപാടിയായിരുന്നു. അപ്പോഴും ഞാനവിടെ ചെല്ലുമ്പോഴൊരു ഞാനങ്ങോട്ട് നേരെ നോക്കുമ്പോൾ ഒരാളിങ്ങനെ നിൽക്കുന്നു, ഭയങ്കര ഇതുപോലെ മുടിയും വളർത്തി, പിന്നെ ഒരു ഭീകര രൂപയപ്പോൾ ഒരാൾ നിൽക്കുന്നു. ഒന്നും മിണ്ടുന്നൊന്നുമില്ല. ഞാൻ കരയുക, ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് രാത്രിയായിരുന്നു. അങ്ങോട്ട് ആ മണലാരണ്യത്തിലേക്ക് ചെല്ലുമ്പോഴേ ഈ ഇതിനകത്ത് കയറി, ഈ ഫാമിനകത്ത് കയറി, മരുഭൂമിക്കകത്തുള്ള ഫാമിനകത്ത് കയറി. അപ്പോഴും ഒരാളവിടെ ഇങ്ങനെ നിൽക്കുന്നു, ഒരു കട്ടിലവിടെ കിടപ്പുണ്ട്. ആ കട്ടിലെ ഇങ്ങനെ മാറിയിരുന്ന് പിന്നെ ഒരാളവിടെ കിടന്ന് ചോദിച്ചു പോലും ഇല്ല അയാളെന്താണ്, എന്ത് ഭാഷക്കാരാണെന്ന് എനിക്ക് അറിയാനും വയ്യ. അപ്പം ഞാൻ കരഞ്ഞ് ലാസ്റ്റ് അലറി കരയുവാണ്. ആര് കേൾക്കാനാ?
മുകളിലോട്ട് നോക്കുമ്പോൾ പ്ലേറ്റ് വന്നതാണ്. പിന്നെ ആട് കേൾക്കും, അല്ലാതെ ആര് കേൾക്കാനാ? അവൻ എന്തായാലും ഇങ്ങനത്തവനാണെന്ന് നമുക്ക് ഉറപ്പായി. അങ്ങനെ പിറ്റേന്ന് നേരം വെളുക്കുമ്പോൾ ഇയാളെ കണ്ടില്ല. വിശന്ന് തുടങ്ങിയില്ലേ? വിശന്ന് തുടങ്ങിയപ്പോൾ ഞാൻ ഇവിടുന്ന് ഇച്ചിരി സാധനങ്ങളൊക്കെ കൊണ്ടുപോയത് അതൊക്കെ പറക്കി തിന്നു. പറക്കി തിന്നെങ്കിലും തിന്നാൻ പറ്റുന്നില്ല. കാരണം അത്രയ്ക്ക് നമുക്ക് മനസ്സിനങ്ങ് പ്രയാസമായിപ്പോയി. അന്ന് എൻ്റെ ഭാര്യ ഞാൻ വരുമ്പോൾ ഇങ്ങനെ ഗർഭിണിയാണ്, നല്ലൊരു വാക്കെനിക്ക് വിളിച്ച് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ. അപ്പോൾ അതിനെപ്പറ്റി എനിക്ക് പറയാൻ വയ്യ. അതേ ഭീകരമായിട്ട് സംഭവം അത്. എനിക്ക് സങ്കടമായിരുന്നല്ലേ? അപ്പൊ ആലോചനകളിൽ മുഴുവൻ എന്തായിരുന്നു? രക്ഷപ്പെടുന്നതാണോ അതോ പെട്ടുപോയ വിധിയെക്കുറിച്ച് ഓർക്കുമോ? വിധിയെക്കുറിച്ചല്ല, എന്തെങ്കിലും രക്ഷപ്പെടുമെന്ന് ഇവൻ നമ്മളറിയുന്നില്ല. ഇവൻ ഇവിടെ തന്നെ ഇരിക്കുമെന്ന്. ഇവൻ എങ്ങോട്ടെങ്കിലും പോകുമ്പം ചാടാമെന്നുള്ള ഒരേ ദിവസവും ഇങ്ങനെ തട്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് എങ്ങനെയെങ്കിലും അവിടെ ചാടണം എന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. കാരണം ഇയാൾ അവിടെ നിന്ന് പോകുന്നില്ല. ഇയാളൊരു ടെൻ്റ് അടിച്ച് അതിനകത്ത് തന്നെ ഇരിപ്പുണ്ട്. ഫുൾ ടൈം അതിനകത്തുണ്ടല്ലേ? ഇല്ല, ഫുൾ ടൈം അതിനകത്തുണ്ട്. ഇയാൾക്ക് ഭക്ഷണം കൊണ്ട് കൊടുക്കുന്നത് മറ്റേ ജ്യേഷ്ഠൻ 2-3 ദിവസത്തേക്കുള്ളത് കൊണ്ട് കൊടുക്കും. പിന്നെ ആടിനെയൊക്കെ ഈ വലുതാകുന്നതിനെല്ലാം കൊണ്ടുവന്നത് അയാൾ തന്നെ. അയാളുടെ ഭക്ഷണം എന്താ? കുബൂസും ഈ പിന്നെ ഈ ക്രീം ഏതാണ്ടൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും എനിക്ക് കുബൂസും ക്രീമും വരെ എനിക്കത് ഇഷ്ടമല്ല. ക്രീമൊക്കെ തേച്ചത് ഞാൻ ഈ ആട്ടിൻ്റെ പാല് പിഴിഞ്ഞ് അതിനകത്ത് മുക്കിയൊക്കെയാണ് കഴിച്ചത്. നല്ല വിശപ്പൊക്കെ വരുമ്പം ഗോതമ്പൊക്കെ വാരി തിന്നും. ഗോതമ്പ് ഇതിന് കൊടുക്കാൻ ഗോതമ്പ് കൊണ്ട് വെച്ചേപ്പുണ്ട്. അതൊക്കെ കുറച്ചേ വാരി തിന്നും, വെള്ളവും കുടിക്കും. നമ്മുടെ ഈ തൃക്കുന്നപ്പുഴ പോലത്തെ ഒരു തീരദേശ ഗ്രാമം, അവിടെ നിന്ന് ഗൾഫിലേക്ക് പോകുന്നു. ഈ ഗൾഫ് എന്നുള്ളൊരു പദ്ധതി എങ്ങനെയാ വരുന്നത്? ഗൾഫ് എന്നുള്ള പദ്ധതി വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് ഗൾഫിൽ പോയിട്ട് വരുമ്പോഴൊക്കെ സ്വപ്നമാണത്. വരുമ്പോഴൊക്കെ വലിയ പിന്നെ 2-3 പെട്ടിയും അവരെ കാണുമ്പോൾ പിന്നെ ഒരു പ്രത്യേകത ഇതല്ലേ, ഒരു ഗൾഫുകാരനെ അന്ന് കാണുന്നതൊക്കെ ഭയങ്കര ഇതാണ്. അങ്ങനെയൊക്കെയുള്ള കണക്കുകളിൽ നമുക്കും ഉണ്ടായിരുന്നു. നമ്മുടെ കണക്കുകളെല്ലാം തെറ്റിപ്പോയി. ദൈവം നമ്മളെ അവിടെ കൊണ്ടിട്ടു. പിന്നെ അങ്ങനെ ഓരോ ദിവസം ഇപ്പം പുസ്തകത്തിലൂടെ പറയുമെങ്കിലേ ഓരോ ദിവസവും എങ്ങനെ പോയി മുന്നോട്ട് നേരെ വെളുക്കുന്നത്? ഓരോ ദിവസവും ഇങ്ങനെ മുന്നോട്ട് പോയി 3 മാസം ആയോ കാണും എന്ന് തോന്നുന്നു. പക്ഷെ എനിക്ക് ദിവസങ്ങളൊക്കെ വിട്ടുപോയി. ഈ ഒരു ദിവസം എങ്ങനെയായിരുന്നു അവിടെ? ഒരു ദിവസം രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സമയം എങ്ങനെയാ ചെലവഴിച്ചോണ്ടിരുന്നത്? ഒരു ദിവസം രാവിലെ ഒരു ആടിനെ കുറച്ച് പാല് പിഴിഞ്ഞിട്ട് ഇയാൾക്ക് കാച്ചി കൊടുക്കണം. അതൊരു ചെറിയ മണ്ണ് സ്റ്റൗണ്ട്, അതിനകത്ത് വെച്ച് ചൂടാക്കി, കാച്ചലല്ല ചൂടാക്കി കൊടുക്കും. അത് അവൻ കുടിക്കും. അത് ഞാനിക്ക് ചെയ്ത് ഞാനത് ഭയങ്കര സ്മെല്ലാണ്. അതുകൊണ്ട് ഞാൻ കുടിക്കാതെ ഞാൻ കളയും. ഞാൻ വെള്ളം തന്നെ കുടിക്കുന്നു. പിന്നെ ലാസ്റ്റ് ഞാൻ കുടിക്കേണ്ട ഗതി വന്ന് പോകാറായപ്പോൾ പിന്നെ കുടിക്കേണ്ടി വന്നു. അത് കുടിച്ചാലേ പിന്നെ രക്ഷയുള്ളൂ. അപ്പം പച്ചയാണേലും പഴുത്താണേലും കുടി തുടങ്ങി. അങ്ങനെ പിന്നെ അത് ഒരു ദിവസം ഇങ്ങനെ അത് കഴിഞ്ഞിട്ടുടനെ ഒരു 10-20 എണ്ണത്തിനെയും കൊണ്ട് ഇങ്ങനെ കറങ്ങാൻ പോകണം. അതിനെ കറക്കിക്കൊണ്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത പാച്ചിനെ കൊണ്ടുപോകണം. അന്നേരം ഭയങ്കര ചൂടുകൊണ്ട് പറ്റത്തില്ല. ഒരു തണലെന്ന് പറഞ്ഞ ഒരു മരമോ പനയോ ഒന്നും ഇല്ല അവിടെ. വെറും മരുഭൂമിയും ചൂടത്ത് ഇങ്ങനെ പൊള്ളിയാണ് പോണത്. കാരണം അതുപോലുള്ള മരുഭൂമിയാണ്. കുറച്ച് വെള്ളം കൊണ്ടുപോകും, അത് തീർന്നു പോകും. കാരണം ഇച്ചിരി വെള്ളം കുടിക്കും ഉടനെ ദാഹിക്കാൻ തുടങ്ങി. ഒരു ദിവസം എത്ര കിലോമീറ്ററോളം സഞ്ചരിക്കുമായിരുന്നു? 1 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചിട്ടുള്ള. പക്ഷെ ഇതിന് അവിടെ അങ്ങ് പോച്ച കഴിക്കാനൊന്നും ഇല്ല. ഇതിനെ കൊണ്ട് നടത്തിക്കല് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുവാണങ്ങ്. നടത്തിച്ച് ഇങ്ങനെ കൊണ്ട് നടക്കും. എന്നിട്ട് പിന്നെ തിരിച്ചു കൊണ്ടുവന്ന് കൂട്ടിക്കയറ്റി മറ്റേ ഗോതമ്പും വെള്ളവും ഇതെല്ലാം കൊടുക്കുന്നു. പിന്നെ കുറച്ച് കഴിയുമ്പം വേറെ ഒരെണ്ണത്തിനെ കൊണ്ടുപോകും. 2 ട്രിപ്പേ പോകത്തുള്ളൂ അന്ന്. പിന്നെ ലാസ്റ്റ് വൈകിട്ട് ഉച്ച കഴിഞ്ഞ് പിന്നെ ഒന്ന് പോകും. അന്നേരത്തേക്ക് നേരം ഒരു പരുവൊക്കെ ആകും. സമയമൊക്കെ ദീർഘമാണോ അവിടെ? എങ്ങനെ നീണ്ടു പോകുന്ന പോലെയാണെന്ന് തോന്നുന്നത്? ഒരുപാട് ജോലിയുണ്ടോ? ഒരുപാട് ജോലിയുണ്ട്. പിന്നെ ഇതിന്റെ കാഷ്ടങ്ങളൊക്കെ കുറച്ച് കുടിയിൽ വാരി പുറത്ത് കളയണം. പിന്നെ എന്നിട്ട് കുളിപ്പിക്കലൊന്നുമില്ല. പിന്നെ അതിന് തീറ്റ കൊടുക്കലും ഫുൾ ടൈം പണി തന്നെയാണ്. എന്നിട്ട് കുറച്ചു നേരം മാറി ഒരു പലക അടിച്ചവർ ഇതുപോലെ ഉണ്ട്. റൂമല്ല, അല്ലാത്ത ഒരു പലക അടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചാരി വെച്ച് അതിനകത്ത് പോയിരിക്കും. ചൂടത്ത് വിയർത്തൊലിക്കുകയാണ്. പിന്നെ രാത്രിയാകുമ്പോൾ ചിലപ്പോൾ ചെറിയ കാറ്റുണ്ടെങ്കിലും പിന്നെ പൊടിയല്ലേ, പൊടിക്കാറ്റാ. പിന്നെ പതപ്പും കൂടിയിട്ട് അതിന് കിടക്കുന്നത്. കിടക്കുമ്പോഴും നമ്മുടെ വീട്ടിലെ കാര്യത്തെക്കുറിച്ച് ഇങ്ങനെ ആലോചിക്കുവാണ്. എൻ്റെ ഭാര്യ പ്രസവിച്ച എന്തോ ഇല്ലേ എന്നൊക്കെയുള്ള ചിന്ത മനസ്സിലിങ്ങനെ വരുവാണ്. എന്നിട്ട് ഇങ്ങനെ നെഞ്ചത്തൊക്കെ ഇട്ട് അടിക്കുക. കാരണം മരിക്കട്ടെ എന്ന് വെക്കുന്നുള്ള ഇതുപോലുള്ള ഇത്. ഞാൻ മരിക്കാൻ വേണ്ടി എത്ര പ്രാവശ്യം താരമാറി കിടന്നിട്ടുണ്ട്. കട്ടിലിൽ നിന്ന് പാമ്പ് പിടിച്ച് മരിക്കട്ടെ എന്നും പറയും.
അവിടെ ഞാൻ 2-3 പാമ്പിനെ കൊന്നിട്ടുണ്ട് അവിടെ. അതുകൊണ്ട് ഈ ആളിനെ കടിച്ച് കൊന്നിട്ടില്ല. ഈ മണലാരണ്യത്തിൽ ഈ പാമ്പിനെയൊക്കെ കാണുമ്പോഴേ ആദ്യത്തെ ഒരു അവസ്ഥ എന്തായിരുന്നു? അപ്പൊ തന്നെ കാണുമ്പോഴൊക്കെ തന്നെ ജീവിതം ജീവിതം അന്നേ മടുത്ത്. പിന്നെ നമ്മൾ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ അനുഭവിച്ചേ പറ്റത്തുള്ളൂ. എന്ത് കഷ്ടപ്പാട് വന്നാലും നമ്മളതിന് അതിനകത്ത് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം രക്ഷപ്പെടാൻ നമുക്ക് മാർഗ്ഗമില്ല. എന്തെങ്കിലും ക്രൂരമായിട്ട് എന്തെങ്കിലും ചെയ്തു പോയാൽ പിന്നെ നമ്മളെ കൊന്നു കളഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഒരു രക്ഷപ്പെടുമെന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ ഇങ്ങനെ ഒരു ദിവസം മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിൽ പറയുന്നുണ്ട് രക്ഷപ്പെടും, എൻ്റെ വീട്ടു നാട്ടിൽ നിന്ന് എല്ലാവരെയും കാണുമെന്നൊക്കെയുള്ള മനസ്സിനകത്തിതുണ്ട്. എന്നാലേ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഭയങ്കരമായിട്ട് അയാളെ ഭയന്നിട്ടുണ്ടോ? മരിച്ചു പോകുമെന്ന് തോന്നിയിട്ടുള്ള ഘട്ടം? ഭയന്നിട്ടുണ്ട്. അയാളെ എനിക്ക് ഭയം തന്നെയാണ് എപ്പോഴും. കാരണം അയാളെ കാണുമ്പോൾ അയാളെ വരവും പോക്കും എല്ലാം കാണുമ്പോൾ ഒരു ക്രൂരനെ പോലാണ് അയാൾ പെരുമാറുന്നത്. എന്തെങ്കിലും നമ്മളൊന്നും ചെയ്തില്ലെങ്കിൽ അങ്ങ് വന്ന് തലയ്ക്ക് അടിച്ചേക്കുവോ. കായ് വെച്ച് വടി വെച്ചൊന്നും ഭയങ്കര നല്ല ആരോഗ്യമുണ്ട് അവർക്ക്. പിന്നെ ഈ കുബൂസ് കഴിച്ചാലുള്ള ആരോഗ്യമല്ലേ, നല്ല ആരോഗ്യമുള്ള ഒരാള്. കണ്ടാൽ തന്നെ നമുക്ക് ഭയം വരും. അതുകൊണ്ട് പേടിയാങ്ങ്. തോക്കൊക്കെ ഇരിപ്പുണ്ട്. പിന്നെ നമ്മൾ ഈ അടഞ്ഞ കൊണ്ട് പോകുമ്പോൾ ബൈനോക്കുളുണ്ട്, അത് വെച്ച് നോക്കും ഏത് ദൂരത്തോട്ടെ ഇപ്പം പോയി രക്ഷപ്പെടാൻ വല്ല പോവുക എന്നുള്ള. ശരി, ഞാൻ ഇവൻ കാണാമറയത്ത് പോവാണെങ്കിൽ ഇന്നോട്ട് വരും വണ്ടി ഓടിച്ച് അവിടെ വന്ന് പോകാൻ ഇനി മതിയെന്ന് പറയും, പോകാൻ പറയും. ഈ മനുഷ്യരെ അവിടെ വെച്ചിട്ട് ഈ മനുഷ്യരെ വേറെ മനുഷ്യരെയൊക്കെ കാണുമ്പം എന്ത് തോന്നും? കാരണം ഈ മൃഗങ്ങളുടെ കൂടെയാണല്ലോ ജീവിതം. പിന്നെ ഇയാളെ മാത്രമല്ലേ കാണുന്നുള്ളൂ? ഇയാളെ മാത്രമേ കാണുന്നുള്ളൂ. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞു, ഞാനും ഇയാളുമായിട്ട് ഇയാളിങ്ങനെ കാണുന്നു, ഇയാൾ പറയുന്നത് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇയാളുമായിട്ടുള്ള വലിയ സംഭാഷണം സഹകരണം ഒന്നുമില്ല. കാരണം സാധാരണ ഒരിടത്തൊരു സ്നേഹമില്ലായിരുന്നു. ഒരിടത്തൊരു സ്നേഹം. ഞാൻ ഒരു കത്ത് ഈ അടുത്ത് വയ്ക്കാനായിട്ട് കൊണ്ട് കൊടുത്ത്, ഇവിടെ കത്ത് എഴുതിയിട്ട് ഇതുപോലെ ഞാൻ പെട്ട് കിടക്കുവാണെന്നൊക്കെ വീട്ടിലേക്ക് ഒരു കത്ത് വയ്ക്കാനായിട്ട് കൊണ്ട് കൊടുത്തത്. അപ്പോഴത് ഞാൻ ഇതിനെ കൊണ്ട് പോയിട്ട് വരുമ്പോൾ അതോടെ വലിച്ചു കയറിയിട്ടേക്കുന്നു. അന്നേരം ഞാൻ അങ്ങ് വിള പൊട്ടി കരയുമായിരുന്നു. കരയുമ്പോഴൊന്നും അയാൾക്ക് ഒരു മനസ്സലിവില്ല. കരയുന്ന അയാൾക്ക് ദേഷ്യമാണ്, എപ്പോഴും ചിരിച്ചുകൊണ്ടിരിക്കണം. അയാൾക്ക് കരയുന്ന അല്ലെങ്കിലും പൊതുവെ കരയുന്ന ഇഷ്ടമല്ല. നമുക്ക് നമ്മുടെ അനുഭവത്തിൽ നമുക്ക് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ. അങ്ങനെ കരഞ്ഞ് ഇങ്ങനെ ഒരേ ദിവസം തട്ടി ഇങ്ങനെ പോവാണ്. അങ്ങനെ ഏതായാലും 3 മാസം ആയപ്പോഴ് ഒരു പാകിസ്ഥാനി ഇതുമായിട്ട് വന്നു, ഓച്ചയും ഇതൊക്കെ ആയിട്ട് വന്നു. അപ്പോഴ് ഞാനൊരു കത്ത് എഴുതി വെച്ചപ്പോണ്ട് ആ കത്ത് ഇയാളെ ഞാൻ പൊക്കി കാണിച്ചു. അങ്ങനെ ആ കത്താണ് ആദ്യമായിട്ടൊരു കത്ത്. ആ പാകിസ്ഥാനി ഐക്യമില്ലെന്ന് എനിക്ക് ആദ്യമായിട്ട് കാണുക. ഇയാൾ ഇവിടത്തേക്ക് ഇതും കൊണ്ട് വന്നതാ, ആദ്യമായിട്ട് കാണുക. പിന്നെ ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ അന്നേരം പുള്ളി എൻ്റെ അടുക്ക പറഞ്ഞ്, ഇന്നലെ ഇയാളെ കണ്ടുകൊണ്ട് ഇയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു ആടിനെ കൊണ്ട് അങ്ങോട്ട് പോയിക്കോളാം, അങ്ങ് പോകാം, വേറെ റൂട്ടിലോട്ട് പോകാൻ പറഞ്ഞു. അന്നേരം ഞാൻ പിന്നെയും ബുക്ക് ഇങ്ങനെ കാണിച്ചു അയാൾ. അന്നേരം അയാളെൻ്റെ അടുത്ത് പറഞ്ഞു ദൂരെ നിന്നിട്ട് കൈ കൊണ്ട് കാണിച്ച് അവിടെ അങ്ങനെ ഇട്ടേക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടോട്ട് മാറ്റി ഇട്ട് കൊടുത്ത്. ഇട്ടച്ച് ഞാൻ അങ്ങ് പോയി, എന്നെ കൊണ്ടുപോയി. തിരിച്ചു വരുമ്പോൾ ആ കത്തവിടെ കാണുന്നില്ല. ചെറിയൊരു പ്രതീക്ഷ എനിക്കുണ്ടെങ്കിലും ഇവൻ അതെടുത്ത് വലിച്ചേരി കളഞ്ഞില്ലെന്ന് ഞാൻ ആ പരിസരമൊക്കെ പിന്നെ ഒന്ന് പോയി നോക്കി, എവിടെയെങ്കിലും ഇതിന്റെ പേപ്പറിന്റെ തുണ്ട് കിടപ്പുണ്ടാകും. കാരണം ആ നേരത്തെ അവൻ കയറിയ എനിക്കറിയാം, അതുകൊണ്ട്. പക്ഷെ അന്നേരം അങ്ങ് സംഭവമില്ല. അപ്പം അവൻ എടുത്തുകൊണ്ട് പോയി കാണുമെന്നുള്ളൊരു പ്രതീക്ഷ എനിക്കുണ്ട്. പ്രതീക്ഷയുണ്ട്. ഇവിടെ ഐക്യമില്ലെന്ന് നമുക്ക് പ്രതീക്ഷയില്ലല്ലോ. അങ്ങനെ പിന്നെ ഏതായാലും പിന്നെ ആ കത്ത് അവൻ തന്നെ സ്റ്റാമ്പൊക്കെ, നമ്മുടെ പൈസ ഒന്നുമില്ല, സ്റ്റാമ്പ് അവൻ മേടിച്ച് അത് ഒട്ടിച്ച് അവൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവൻ രക്ഷപ്പെടുത്താൻ അവൻ പല പണിയും കഴിച്ചു. പക്ഷെ നടന്നില്ല. അങ്ങനെ അവൻ അയച്ച ആ കത്ത് ഇവിടെ കിട്ടിയാലും അതൊന്നും എനിക്കറിയത്തില്ല. ഞാൻ നാട്ടിൽ വരുമ്പോഴാണ് ഈ ഇങ്ങനെ ഒരു കത്ത് കിട്ടിയവരെ അറിയുന്നത്. അങ്ങനെ ഇങ്ങനെ പിന്നെ ഒരു ദിവസം വെളുക്കുന്നു അസ്തമിക്കുന്നു ദിവസം ഏതാ മാസം ഏതാ അതെല്ലാം എൻ്റെ മൈൻഡിൽ നിന്ന് പോയി. അങ്ങനെ ഇങ്ങനെ ഒരു ആടിനെ പോലെ ജീവിച്ച് പോയിക്കൊണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞ് 2 വർഷം കഴിയുമ്പോഴാണ് ഈ അറബി അവിടെ പോകുന്നത്. പോകുന്നതെന്ന് പറഞ്ഞാൽ മറ്റവൻ്റെ മോടെ കല്യാണമായിരുന്നു. അങ്ങനെ അതിനു വേണ്ടി പോയതാണ്. 2 പേർക്കും വരാൻ പറ്റാതായി. അപ്പോൾ വേറെ ഒരു അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വന്ന് എന്നെ രക്ഷപ്പെടുത്തിക്കൊണ്ട് പോവുക. 1.5 ദിവസം ഓടിയിട്ടാവും റോഡ് കാണുന്നത്. ഒരു അവിടുന്ന് ഇറങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ. എന്തൊക്കെ കാര്യത്തിലെടുത്താ ഇറങ്ങിയത്? ഇറങ്ങി കുറച്ച് വെള്ളം എടുത്ത് എൻ്റെ ഒരു പേഴ്സും എടുത്ത്, വേറെ ഒന്നും ഞാൻ എടുത്തില്ല. ഇവിടുന്ന് കൊണ്ടുപോയ ബാഗും സാധനങ്ങളെല്ലാം അവിടെ വെച്ചിട്ടാ വന്നത്. അപ്പത്തേക്കും അതൊക്കെ നശിച്ചു. നമുക്ക് ഓടാൻ പറ്റത്തില്ല, പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അത് വെച്ചിട്ടാ വന്നത്. എന്നിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് പേടിയായിരുന്നോ? പിടിക്കുമെന്നുള്ള ഭയം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇവൻ പോകുന്ന റൂട്ടിൽ കൂടെ അല്ല ഓടിയത്, വേറെ റൂട്ടിൽ കൂടെ ഓടിയത്.
അപ്പോഴത്തേക്കും ആ സ്ഥലത്തെ ഈ ആട് മേയ്ക്കാൻ പോയിട്ട് ആ സ്ഥലത്തെ റൂട്ടൊക്കെ ഏകദേശം ക്ലിയർ ആയിരുന്നു. ഇന്ന റൂട്ട് ക്ലിയർ ഉണ്ടായിരുന്നു. ഇവൻ എപ്പോഴും ഇവര് സാധനമായിട്ട് പോകുന്ന റൂട്ട് എനിക്ക് അറിയാം. അപ്പൊ ആ റൂട്ടിൽ കൂടെ പോയില്ല. കാരണം എന്ന് പറഞ്ഞാൽ അതിൽ കൂടെ പോയി ഇവന്മാർ തിരിച്ചു വന്ന് കണ്ടുപോയാൽ പിടിക്കുമെന്നുള്ള അതുകൊണ്ടാണ് ഇത്രയും ദിവസം ഓടേണ്ടി വന്നത്. അതാകുമ്പോൾ ഇച്ചിരി കൂടെ നേരത്തെ അങ്ങ് റോഡിലെത്തായിരുന്നു. ഇത് വേറെ റൂട്ടിൽ കൂടെ പോയതുകൊണ്ടാണ് 1.5 ദിവസം എടുക്കേണ്ടി വന്നത്. അങ്ങനെ ആ എത്തിക്കഴിഞ്ഞപ്പോഴും അപ്പോഴത്തേക്ക് ആകപ്പാട് അവശനായിരുന്നു. കാലൊക്കെ പൊട്ടി. അത് ഈ എന്തൊക്കെ പ്രതിസന്ധി അവിടെ മണ്ണാണോ എങ്ങനെയാ ഓടുന്ന സ്ഥലമൊക്കെ? ഞാൻ കുറച്ചൊക്കെ കുറച്ച് ഒരുപാട് ഓടി കഴിഞ്ഞപ്പോഴേ പിന്നെ ഈ തോട്ടങ്ങളൊക്കെ ഉണ്ട്, പച്ചപ്പുണ്ട്. വെള്ളമൊക്കെ തീർന്നു, കരുതിയ വെള്ളം തീർന്നു. അങ്ങനെ ഒരു തോട്ടത്തിൽ ചെന്ന് കുറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് ഓടി ചെന്നെത്തി. വെറുതെപ്പോഴൊരു 5 റിയാൽ ഇയാൾ എനിക്ക് തന്നു. നല്ലൊരു മനുഷ്യനാണ്. ഇത് ദൈവം വിട്ടതാണെന്ന് എന്റെ അതെന്തോ വാഹനമായിരുന്നു? അല്ലല്ല, നടന്നു പോയിരുന്നു. നടന്നു പോകുന്ന മനുഷ്യനാണ് കണ്ടത് അല്ലേ? 5 റിയാൽ എൻ്റെ അടുത്ത് തന്നു. എന്നിട്ട് പറഞ്ഞ് ഏതെങ്കിലും വണ്ടി വരുമ്പോൾ അതിനകത്ത് കൈ കാണിച്ച് അവർ ഇന്ന സ്ഥലം ഇത് ബത്തേന്ന് പറയാൻ പറയും. അങ്ങനെ പറഞ്ഞാൽ മതി, ആരെങ്കിലും കൊണ്ട് വിട്ടുതരുമെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഒരുപാട് വണ്ടിക്കൊന്നും കൈ കാണിച്ചിട്ടൊന്നും നിർത്തുന്നില്ല. അങ്ങനെ ലാസ്റ്റ് ഒരു വണ്ടിയെ കൊണ്ടുപോയി നിർത്തി തന്നു. നല്ലൊരു അറിവ്. അയാളുടെ ആ വണ്ടിയിൽ നമുക്ക് ഇന്ന് കാല് കുത്താനുള്ള ഇല്ലാത്തൊരു സൈസ് വലിയ കാശുകാരനൊരാൾ മുഴുവൻ വിട്ട് കയറ്റി എവിടെ മാറി കുനിഞ്ഞിരുന്നോളാൻ പറഞ്ഞു വണ്ടിക്കകത്ത്. അയാൾക്ക് മനസ്സിലായി ഇങ്ങനെ നിൽക്കുകയാണെന്നൊക്കെ. അന്നേരം എവിടെയാന്ന് പറയുമ്പോൾ ഞാനിതുപോലെ പറഞ്ഞത് റിയാദ് ബത്തേൻ, അവിടെ കുനിഞ്ഞ് താന്ന് എഴുതണം. അങ്ങനെ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിച്ച് റിയാദ് ബത്തയെ കൊണ്ടുവന്ന് വിട്ട് തന്നു. കുറച്ച് ഒരുപാട് ഓടണം. ഈ ചെക്ക് പോസ്റ്റിൽ പരിശോധന ഒന്നും ഉണ്ടായില്ലേ? അത് പരിശോധന ഇയാളെ പരിശോധിച്ചില്ല. കാരണം ഇയാള് അവിടുത്തെ ഒരു വലിയ ആളായിരിക്കും. അതാണ് എന്റെ ഭാഗ്യം. അതാണ് പരിശോധിച്ച് പോയാൽ പിന്നെ അവിടെ പിടിക്കും. ചിലപ്പോൾ പിടിച്ചാലും ശരി തന്നെ, പിന്നെ പിടിച്ചാലും കുഴപ്പമില്ല. പിന്നെ അതേ ഉള്ളു, വിടുകയുള്ളത് പായവില്ല. അന്നേരം എനിക്ക് പിടിച്ചാലും പായവില്ല. അങ്ങനെ പിന്നെ അവിടെ ചെറിയ അന്ന് ഒരു വ്യാഴാഴ്ച ദിവസമായിരുന്നു. വ്യാഴാഴ്ച ദിവസം ഒന്നും എനിക്കറിയില്ല. അവർ പറഞ്ഞു തന്നു ഇതുപോലെ ഇന്ന് വ്യാഴാഴ്ചയാണ്, ഇന്ന് നാളെ വെള്ളി ആയതുകൊണ്ടാണ് ഇത്രയും ജനങ്ങൾ ഈ സാധനം മേടിക്കാനൊക്കെ ഒരു മാർക്കറ്റ് ഭയങ്കര 1,00,000 ആളിന്റെ മേളിൽ കാണും. മണ്ണ് ഞുള്ളിയിടാൻ സ്ഥലമില്ല. അപ്പോൾ ഒരു ഹോട്ടലുകാർ വിളിച്ച് എനിക്ക് പിന്നെ പൊറോട്ട ഇറച്ചിയൊക്കെ തന്നു. ആരും ചോദിക്കുന്നില്ല നീ എങ്ങനെ വരുന്നു, എവിടുന്ന് വരുന്നു. എല്ലാവർക്കും അറിയാമായിരിക്കല്ലേ ഇങ്ങനെ രക്ഷപ്പെട്ടു വരുന്ന ആൾക്കാർ ഒത്തിരി. രക്ഷപ്പെട്ട അവർക്കറിയാം. അപ്പൊ എന്റെ വേഷം കണ്ട ഒരു മനുഷ്യൻ ചോദിക്കത്തില്ല. അതേപോലത്തെ വികൃത രൂപമാണ്. പിന്നെ ഈ കണ്ണാടി കാണാൻ പറ്റുമായിരുന്നു അവിടെ താമസിച്ചപ്പോ? കണ്ണാടിയൊന്നും കണ്ടിട്ടില്ല. ഇല്ല. ആദ്യമായിട്ട് സ്വന്തം രൂപം കണ്ടപ്പോ ആദ്യമായിട്ട് സ്വന്തം രൂപം കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി. എവിടെ വെച്ചാ കണ്ടത്? മുടിവെട്ടുന്ന ബാർബർ ഷോപ്പ് വെച്ച്. സ്വന്തം മൊത്തം ഇങ്ങനെ ജടയൊക്കെ ആയിട്ട്. അതെ, പൊടിയായിട്ട് പിടിച്ചിരിക്കുമല്ലേ. പൊടിയായിട്ട് മുടി വെട്ടാൻ തന്നെ പാടായിരുന്നു. എന്നിട്ട് കണ്ണാടി കണ്ടപ്പോഴാണ് നമുക്കൊരു സമാനം വന്നത്. നമ്മുടെ യഥാർത്ഥ മുഖം കാണാം. അന്നേരം അങ്ങ് ഓഞ്ഞു പോയി ആ പാട്. ഇവിടുന്ന് പോയ ആ ചെറുപ്പം എല്ലാം അങ്ങ് പോകും. ഒരു കിളവന്റെ മുഖമായി ക്ഷീണിച്ചങ്ങ് അവശനായി. അങ്ങനെ പിന്നെ എന്റെ രക്ഷപ്പെട്ടു തോന്നിയപ്പോ സന്തോഷം കൊണ്ട് കരച്ചിൽ സന്തോഷം കൊണ്ട് സങ്കടമായി പോയി. സന്തോഷം കൊണ്ടൊരു സങ്കടം ഉണ്ടല്ലോ, അതേപോലെ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ കാറിൽ വന്ന മനുഷ്യനാണല്ലേ? പറയാൻ പറ്റത്തില്ല. ഇവരെ എനിക്ക് പിന്നെ വന്നതെല്ലാം നല്ല ഇതായിരുന്നു. പിന്നീട് ജീവിതത്തിൽ വന്നതെല്ലാം നല്ല അനുഭവങ്ങളായിരുന്നു. കാരണം പിന്നെ ഇയാൾ എന്നെ രക്ഷപ്പെടുത്തി. അവര് ഹോട്ടലുകാർ വിളിച്ചത്, ഹോട്ടലുകാർ തന്നെ എൻ്റെ അടുത്ത് ഈ അഡ്രസ്സ് ഉണ്ടായിരുന്നു. അഡ്രസ്സ് മേടിച്ചിട്ട് ഒരു ലിമോസൻ കാർ അവിടുന്ന് ടാക്സി വിളിച്ചിട്ട് അവരുടെ അടുത്ത് പറഞ്ഞ് ഇന്ന ഈ സ്ഥലത്ത് സൽമാനിയ എന്ന് പറയും, അവിടെ കൊണ്ടുവന്ന് ഇയാളുടെ ആ ഒരു കടയുണ്ട്, ആ കടയെ കൊണ്ട് വിട്ടുകൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഈ എന്നെ കൊണ്ടുപോയ ആൾക്ക് കടയുണ്ട് അവിടുന്ന്. കറക്റ്റായിട്ട് അവിടെ കൊണ്ടുവന്ന് വിട്ടു വന്നു. അവർ പെട്ടെന്ന് പിന്നെ എല്ലാവരും കൂടെ എൻ്റെ ബന്ധുക്കളെല്ലാം അവിടെ വന്നു. എല്ലാവരും വന്ന് പെട്ടെന്ന് മുടിയും വെട്ടി കുളിച്ച് അന്ന് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ കുറച്ച് അന്നേരം തന്നെ ഫോൺ ചെയ്തു. ശരീരത്തിന്റെ അവസ്ഥ എന്തായിരുന്നു ഈ കുളിക്കുകയൊക്കെ ചെയ്യുമ്പോൾ? ഇത്രയും നാളിങ്ങനെ വെള്ളമില്ലാതെ ശരീരമൊക്കെ ഇല്ല, ഒരുമാതിരി ഇല്ല, പൊട്ടിയതുപോലൊക്കെ ഉള്ള ഇതായിപ്പോയി. ആദ്യമായിട്ട് കൊണ്ട് നടന്ന് ആകെപ്പാട് കുടുന്നും ഒക്കെ നിൽക്കുമായിരുന്നു മൊത്തം. അങ്ങനെ പിന്നെ അന്നേരം തന്നെ കുളിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിവിടെ ചെന്നപ്പോൾ തന്നെ ഫോൺ ചെയ്ത് നാട്ടിലേക്ക്. ഇതുപോലെ കുട്ടി ഉണ്ടായെന്നൊക്കെ അറിഞ്ഞു എല്ലാം ഞെട്ടിപ്പോയി. അന്നേരമാണ് കുട്ടി ഉണ്ടായത്. കുട്ടിക്ക് ഇപ്പൊ 2 വയസ്സ് കഴിഞ്ഞു. കുഞ്ഞിന്റെ ശബ്ദമൊക്കെ ആൺകുട്ടിയാണെന്ന് അറിയാം. അന്നേരം എനിക്ക് പറയാൻ പറ്റാതെ സന്തോഷമായി പോയി. അന്ന് ഒന്നുകൂടെ പിന്നെ എങ്ങനെങ്കിലും നാട് മിണ്ടാൻ പറ്റാതിരുന്നു പോയോ? കുറച്ചു നേരത്തേക്ക് മിണ്ടായിരിക്കാൻ പറ്റി, മിണ്ടായിരുന്നു പോയി. പിന്നെ അങ്ങ് സന്തോഷം കൊണ്ട് വയ്യ. ഞാൻ കണ്ടായിരുന്നു ആ പരിപാടിക്ക് ഇങ്ങനെ സംസാരിച്ചു തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ കണ്ണ് നിറഞ്ഞൊന്നും ആ ഒരു രംഗം കണ്ടപ്പോ പിന്നെ എനിക്ക് സ്റ്റേജിൽ 2 വാക്ക് പറയാൻ പറ്റിയില്ല. പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ. അല്ല, ഈ
പിന്നെ പൃഥ്വിരാജ് എന്റെ സേനു എന്ന് പറഞ്ഞ് വരുന്ന രംഗമുണ്ടല്ലോ, കണ്ടായിരുന്ന ആ ട്രെയിലറിന്റെ ആ ടൈലറിന്റെ ലോഞ്ചിക്ക് അതേ കറക്റ്റിലാണ് ഞാൻ എന്റെ സഭയെത്തിയെന്ന് അവിടെ കിടന്ന് വിളിച്ചത്. ഈ ഞെട്ടി വളരുന്നതേ ശരിക്കും പറഞ്ഞാലേ ആ സിനിമയ്ക്കകത്ത് ഇപ്പൊ കുറച്ച് കണ്ടിട്ടുണ്ടാവുമല്ലോ കുറച്ച് ഭാഗങ്ങളൊക്കെ. ശരിക്കും ഇക്കയുടെ ആ ലൈഫ് തന്നെ അതുപോലെ തന്നെയാണോ പൃഥ്വിരാജ് അഭിനയിക്കുന്നത്? അതേപോലെ തന്നെ ഇപ്പൊ കണ്ടതൊക്കെ അത് തന്നെ. ആണല്ലേ? ഇനി മറ്റൊന്നും എനിക്ക് അറിയത്തില്ല. ഇതുപോലെ വിളിച്ച് അലറി കരഞ്ഞിട്ടുണ്ടാവും. ഇതേപോലെ ഞാൻ വിളിച്ചലറി. ആ അലറി എനിക്കൊന്നും അന്നൊരു ഭയങ്കര ഫീലിംഗ് ആയിപ്പോയി. പിന്നെ എനിക്ക് രണ്ട് വാക്ക് ഇങ്ങോട്ട് കയറി ഇവര് സ്റ്റേജിലേക്ക് വിളിക്കുമ്പോൾ അവര് എന്തെന്ന് പറയാൻ വയ്യാത്തൊരു മനസ്സിനകത്ത് അങ്ങ് ഇതായി. എനിക്ക് തോന്നി ആ വിഷ്വല് കണ്ടപ്പോ തോന്നി ഇങ്ങനെ ഹൃദയം അല്ലെ ഒരു വിമ്മിഷ്ടപ്പെട്ട് ഇങ്ങനെ വിങ്ങി നിൽക്കുന്ന പോലെ. ഒന്നാമത്തെ പിന്നെ ഇത്രയും ആൾക്കാരെല്ലാം കാണുമ്പോൾ നമുക്കൊരു മനസ്സിൽ ഇതുണ്ടാവുമല്ലോ. നമ്മളല്ല പ്രസംഗക്കാരൊന്നും അല്ലല്ലോ. പിന്നെ അത് തന്നെ ഇത് കണ്ടപ്പോഴാണ് എനിക്ക് ആപ്പാട് ഇതായിപ്പോയി. പിന്നെ അങ്ങ് അവിടെ നിന്ന് നാട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും ഇവിടെ ഇവരെയൊക്കെ കണ്ടപ്പോ എന്തായിരുന്നു അവസ്ഥ? വളരെ സന്തോഷമായിരുന്നു. നാട്ടിൽ ചെന്ന് പിന്നെ നാട്ടിലേക്ക് സത്യം പറഞ്ഞാൽ ഗൾഫിലേക്ക് പോകുമ്പോ ഒരു സ്വപ്നമായിട്ട് പോകുന്നു. നാട്ടിൽ വന്ന് കാലുകുത്തുമ്പോഴെല്ലാം സ്വപ്നമാണെന്നായിരിക്കല്ലേ തോന്നിയത്? അതെ അതെ, ഇതൊരു സ്വപ്നമായിരുന്നു. ഒരിക്കലും കരുതുന്ന ഒരു സ്ഥലം ഇതൊരു സ്വപ്നമായിരുന്നു. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴും നമ്മുടെ നാടും പച്ചപ്പും എല്ലാം കണ്ടപ്പോ പിന്നെ വളരെ സന്തോഷമായി. പിന്നെ വീട്ടിൽ അന്ന് ഒരുപാട് ആൾക്കാരൊക്കെ വന്നു കാണാനൊക്കെ വന്നല്ലേ? നാട്ടിൽ മുഴുവൻ ചർച്ചയായിരുന്നു അന്ന്. നാട്ടിൽ മുഴുവൻ ചർച്ചയായിരുന്നു. കാരണം ഇങ്ങനെ പെട്ടുപോയി കാണാൻ കിടക്കുമല്ലായിരുന്നു. അപ്പോൾ ഇവിടെ അടുത്തുള്ളവരെല്ലാരും വന്നായിരുന്നു. ഇപ്പൊ അന്നുള്ളവരാരും ഇവിടെ ഇല്ല. ഇപ്പൊ എല്ലാരും മരണപ്പെട്ടു പോയി. 30 കൊല്ലമായില്ലേ. തിരിച്ചു വരുമ്പോ എത്ര വയസ്സുണ്ട്? എനിക്ക് തിരിച്ചു വരുമ്പോ എനിക്ക് 32 വയസ്സെടുത്താൽ ജീവിതത്തിന്റെ ഒരു യൗവന കാലഘട്ടമായിരുന്നു. പിന്നെ അവിടെ നിന്ന് തന്നെ പിന്നെ രണ്ടാമത് പോണത്. തിരിച്ചു ഇവിടെ വന്ന ആരോഗ്യമൊക്കെ ഒന്ന് മെച്ചപ്പെടുത്താനൊക്കെ ആരോഗ്യം മെച്ചപ്പെടുത്തി. പിന്നെ ഞങ്ങളുടെ കുടുംബജീവിതം പിന്നെ ഒരു കുട്ടിയും കൂടെ ആയി. അത് എന്നിട്ട് പിന്നെ 5 വർഷം കഴിഞ്ഞാണ് ഞാൻ പിന്നെ ബഹ്റൈനിന് പോണത്. അവിടെ വെച്ചാണല്ലേ പിന്നെ കാണുന്നത് ഇത് ഈ നോവൽ ഇറങ്ങുന്നതല്ല. അത്രയും പോരെ? ഫസ്റ്റ് അല്ല ഈ കഥ എഴുതാനായിട്ട് ഇങ്ങനെ വരുന്നുണ്ടല്ലോ, സമീപിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ശരി നമ്മൾ അനുഭവിച്ചൊരു ട്രോമയാണല്ലോ ജീവിതത്തിൽ, ഒരിക്കലും മറക്കാം. അത് ഓർക്കുമ്പോൾ ഈ കഥ എഴുതാൻ വരുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നു പറയാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞു, അതോ ഓർക്കുമ്പോൾ സങ്കടമായിരുന്നു, അതോ ഓർക്കാതിരിക്കാനാണോ ശ്രമിച്ചത്? ഞാൻ ഓർക്കാതിരിക്കാനാണ് ശ്രമിച്ചത്. എന്നാലും എനിക്ക് അവിടെ ഈ ജോലി വാങ്ങിച്ചതെന്ന് സൊല്ലിയേട്ടനെ എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ആ മനുഷ്യനാണ് എനിക്ക് എന്റെ ജീവിതത്തിൽ പിന്നെ ഒരു ഇതായത്. അവിടെ ഈ ജോലി വാങ്ങിച്ചു തന്നതും സുഖമായ ഒരു ജോലി. ഞാൻ ജോലിയുടെ കാര്യത്തെ പറ്റി പുള്ളിയെടുത്ത് സംസാരിച്ചപ്പോൾ പറഞ്ഞു എന്തെങ്കിലും ഒരു ജോലിയുണ്ട്. ഞാൻ ചെയ്യത്തില്ലെന്ന് പറഞ്ഞപ്പോഴ് ഞാൻ ചോദിച്ചു, ഞാൻ ചെയ്ത പോലുള്ള ജോലി ലോകത്താരും ചെയ്ത് കാണത്തില്ലെന്ന്. ഞാൻ എന്ത് ജോലി ഞാൻ റെഡിയാണല്ലേ? അല്ല, ചെയ്ത് കാണത്തില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് എന്റെ അടുത്ത് എന്ത് ജോലിയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു അങ്ങനെയാണ് കഥ വിവരിക്കുന്ന ആദ്യം സുനിലേട്ടന്റെ അടുത്താണ്. അപ്പൊ സുനിലേട്ടനും ബെന്യാമിനും എല്ലാം ഒരു കമ്പനി US നേവി എന്ന് പറയുന്ന ഒരു കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പൊ എനിക്ക് പെട്ടെന്ന് തന്നെ അവിടത്തേക്ക് പാസ്സൊക്കെ റെഡിയാക്കി തന്ന് ജോലിക്ക് അവിടെ തന്നെ 2 ദിവസം ഞാൻ കയറുകയും ചെയ്തു. കയറി കഴിഞ്ഞപ്പോഴാണ് എന്നെ ബെന്യാമിൻ സാറുമായിട്ട് പരിചയപ്പെടുത്തുന്നതും. പിന്നെ എൻ്റെ കൂടെ ബെന്യാമിൻ സാറ് ഈ ജോലി ടൈം സ്ഥലത്തെല്ലാം കൊണ്ടു നടന്നാണ് ഈ കഥ എഴുതുന്നത്. ഒരു 8 മാസം മുമ്പ് എടുത്ത് കാണും. ഈ പറയുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും ഘട്ടത്തിൽ വീണ്ടും സ്റ്റക്കായോ? പിന്നെ സ്റ്റക്കാവും. കാരണം നമുക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ എനിക്ക് വിഷമം അത് പറയുമ്പോ തന്നെ. ഞാൻ പറഞ്ഞു എന്തിനെങ്ങനെ ഇനി ഇത് പറഞ്ഞ് നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞ് ഞാൻ കേട്ട് കണ്ട ആവശ്യം കഥയൊന്നും എഴുതണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാൻ അനുഭവിച്ചു കഴിഞ്ഞ് ഞാനിപ്പം വേറെ രീതി വന്ന് ഇനി ഞാൻ രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ. പക്ഷെ ഇനി കഥ എഴുതണ്ടെന്ന് ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു. അന്നേരം ബെന്യാമിൻ സാറെ ഞാൻ ഒരു പ്രവാസിയുടെ കഥ എഴുതാൻ ഇങ്ങനെ കാത്തു നടക്കുവാണ്. അയാൾ വേറെ 5 നോവൽ എഴുതിയിട്ടുണ്ട്. ഒരു പുതിയ നോവല് പ്രവാസിയിൽ എഴുതാൻ കാത്തു നടക്കുമായിരുന്നു. അത് ഈ കഥ എഴുതി പൂർത്തീകരിച്ച് ആദ്യത്തെ പുസ്തകം പ്രകാശനം ചെയ്തപ്പോഴേ എനിക്ക് ആദ്യത്തെ ബുക്ക് തരുന്നത്. ഒരുപാടൊരു തോന്നി വെച്ച ഒരു പരിപാടി വെച്ചാണ് തരുന്നത്. അപ്പം അന്ന് അവാർഡൊക്കെ കിട്ടിയപ്പോ അറിഞ്ഞപ്പോ എന്തോ തോന്നി? സ്വന്തം ജീവിതം അല്ല, അവാർഡ് കിട്ടിയപ്പോഴല്ലേ പിന്നെ ഒന്നുകൂടെ ഞാനങ്ങ് തെളിഞ്ഞ അവിടെ. പിന്നെ എന്നെ ഒരുപാട് ആൾക്കാർ വിളിക്കാനും. അന്ന് പ്രവാസിയാണ്, ഗൾഫിലാണ് അന്ന്. അല്ലല്ലോ, ഇവിടെ ഇല്ലേ, നാട്ടിലല്ലേ അവാർഡൊക്കെ വരുന്ന സമയത്ത്? അവാർഡ് വരുന്ന സമയത്ത് അവിടെയാണ്. നിങ്ങൾ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇല്ലേ? അതാ ബഹ്റൈനിൽ വെച്ചായിരുന്നു. വേറെ അവാർഡ് കിട്ടുമ്പോഴും ബഹ്റൈനില്ല. അങ്ങനെ പെട്ടെന്ന് ഇതുപോലെ എന്റെ അളിയനാ വിളിച്ചത്. ഇന്നപോലെ അളിയന്റെ നോവല് ഇത് അവാർഡ് കിട്ടിയേക്കുന്നു എന്നും പറഞ്ഞ് ആൾക്കാരെല്ലാം എന്തായാലും പിന്നെ വിളി തുടങ്ങി എന്നെ. ഈ അവിടുത്തെ മീഡിയക്കാര് മറ്റൊരു മറിച്ചവരൊക്കെ വിളി തുടങ്ങി. അവരെല്ലാം പിന്നെ വന്ന് ഇതുപോലെ തന്നെ അന്നൊരു തിരക്കായിരുന്നു. ഈ സിനിമ ആക്കുന്നു പറഞ്ഞപ്പോഴത്തേക്ക് എന്തായിരുന്നു അവസ്ഥ? സിനിമയാക്കുമെന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായിരുന്നു. പൃഥ്വിരാജ് പറഞ്ഞാട്ട് ഈ സിനിമയാകുന്നു, അതുപോലെ ലോകം മൊത്തം അത് അറിയാൻ പോവല്ലേ. ഞാൻ അവിടെ അനുഭവിച്ച ചെറിയ ബാനറൊന്നും അല്ല, ഒരു വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമയായിട്ടാണ്.
പക്ഷെ എന്നാലും ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇതിപ്പോൾ സിനിമ ആയി ഇവർ ഷൂട്ടിങ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇവർ അവിടെ പോയി കുടുങ്ങിയില്ലേ. 6 മാസം ഞാൻ അനുഭവിച്ച പോലെ കുറച്ച് കാലം അവരും അനുഭവിച്ചു. അത് തന്നെ ഞാൻ ആലോചിച്ചു, ഇതുപോലെ ആടുജീവിതം പോലെ തന്നെ അവരും ആയിപ്പോയല്ലോ എന്നൊക്കെ. ഈ കഥ പിന്നെ പൂർത്തീകരിക്കത്തില്ലെന്നൊക്കെയാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ അത് റെഡിയായി. ഇന്നിപ്പോ പക്ഷെ ഒരു വേദന അല്ലെ, ഒരു വേദന കൺവേർട്ട് ചെയ്ത് അതൊരു ഒരു സുഖവും സന്തോഷത്തിലേക്കും എത്തുന്ന ഒരു ജീവിതത്തിന്റെ ഒരു അല്ലെ അതെ 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 അത്ഭുതം എന്ന് പറയാം. എനിക്ക് ഇപ്പൊ ഏറ്റവും വലിയ ഒരു ഭാഗ്യം കിട്ടിയേക്കും. അതാണ് അദ്ദേഹം പറയുന്നത്. ഒരുപാട് പേർ കണ്ടു, ഒരുപാട് പേർ വായിച്ചറിഞ്ഞ ജീവിതമാണ് അദ്ദേഹത്തിന്റേത്. അതിനി അഭ്രപാളികൾ അതിനേക്കാൾ മനോഹരമായ ഒരു സിനിമയായി കൂടി രൂപപ്പെട്ട് വരികയാണ്. അത് ആ ഒരു അവസ്ഥ ഈ നേരത്തെ പറഞ്ഞ വാക്കുകൾ തന്നെ നമുക്ക് കടമെടുക്കാം. വലിയ വേദന, ഒരിക്കലും പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു വേദന, അത് കുറേ നാൾ മനസ്സിൽ കൊണ്ടുനടന്നു. അത് പിന്നീട് കഥകളായി ആളുകൾ ഒരുപാട് വായിച്ചു. ഇപ്പോൾ അത് അഭ്രപാളികൾ സ്വന്തം ജീവിതം തന്നെ കാണാൻ കഴിയുന്നു എന്നുള്ള ഒരു അത്ഭുതം. നജീബിന്റെ ജീവിതം തന്നെ അത്ഭുതം നിറഞ്ഞതാണ്. ആ ജീവിതത്തിലെ ഒരു അത്ഭുത ഏടായി ഈ സിനിമയും അടക്കം കടന്നു വരികയാണ്. എന്തായാലും സ്വന്തം ജീവിതം കഥയായ എല്ലാവിധ ആശംസകളും.